ആദ്യത്തെ ഒച്ചയായിട്ട് ഞങ്ങൾ എണീക്കുമ്പോഴേക്കും ഞങ്ങൾ ആദ്യം മക്കൾ കിടന്നുറങ്ങുന്ന റൂമിലോട്ടാണ് ഓടിയത്. അവിടെ എന്തെങ്കിലും സംഭവിച്ചു എന്ന് കരുതി. അപ്പോൾ അവിടെ പോയപ്പോൾ ശരിക്കും ഇന്നലെ രാത്രി എന്താണ് സംഭവിച്ചത്? ആരെങ്കിലും നമുക്ക് സംശയമുണ്ടോ? ഇല്ല, അങ്ങനെ സംശയം പറയാനായിട്ട് ആരുമില്ല. നമ്മൾ BJP അനുഭാവിയാണ്, BJPക്ക് വോട്ട് ചെയ്യുമെന്നുള്ളത് സത്യമാണ്. പക്ഷേ പ്രവർത്തനത്തിന് ഈ തവണയാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ഞാനും വൈഫും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു. ഞങ്ങളെപ്പോലെ ഒരുപാട് പേര് പ്രവർത്തിച്ചു. BJP സ്ഥാനാർത്ഥിയെ വിജയിക്കണമെന്ന് ആഗ്രഹിച്ചു. നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. ഇന്നലെ അതിൻ്റെ സ്വീകരണമായിരുന്നു വലിയ വാർഡ് മൊത്തം. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. ഇപ്പോൾ വെളുപ്പിന് ആദ്യത്തെ ഒച്ച കേൾക്കുമ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി. ഒരു അരമണിക്കൂറത്തേക്ക് ചെവി നമുക്ക് കറക്റ്റായില്ല. അപ്പോൾ വൈഫ് പെട്ടെന്ന് പേടിച്ചെന്ന് വിറക്കുകയായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് ആ റൂമിലോട്ട് ഓടി. അവിടെയാണ് ആദ്യം പൊട്ടിയെന്ന് കരുതി. അപ്പോൾ പിള്ളേരെ മാറ്റി അപ്പുറത്തോട്ട് കിടത്തുന്നതിനിടയ്ക്ക് ഇവിടെ രണ്ടാമത്തത് പൊട്ടിയിട്ട് പിന്നെ അതിനുശേഷമാണ് ഈ ജനൽ പാളിയൊക്കെ അടിച്ച് തീർക്കുന്നത്. ഞങ്ങളുടെ TV ഈ വരാന്തയിൽ കയറി നിന്നിട്ട് TV അടിച്ച് അകത്തോട്ടിട്ടു. അത് വീടിനുള്ളിൽ കയറി എന്ന് വേണമെങ്കിൽ പറയാം. ഉള്ളിൽ കയറി അവിടെ വരാന്തയിൽ കയറാതെ TV തൊടാൻ പറ്റില്ല. ഇപ്പോൾ TV തല്ലി പൊട്ടിച്ച് അകത്തിട്ടിട്ടുണ്ട്. ഇത്രയും നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു 2 വീടിനപ്പുറത്താണ് എൻ്റെ ബൈക്ക് കൊണ്ട് പാർക്ക് ചെയ്തേക്കണേ. ആ ഗേറ്റ് ലോക്കായിരുന്നു. ആ ഗേറ്റിനുള്ളിൽ കയറി ആ ബൈക്ക് സീറ്റൊക്കെ കുത്തി. അതായത് പ്രദീപിനെയും വീടിനെയും കുറിച്ച് നല്ല ധാരണയുള്ള ആരാണ് ഉള്ളവർ കരുതി കൂട്ടി ചെയ്തതാണ്. രാഷ്ട്രീയ അതിക്രമമാണെന്ന് കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് അതിന് പുറമെ ഞങ്ങൾക്ക് ഈ വീട്ടിൽ ഈ ബോംബേറും കഴിഞ്ഞ് ഇത്രയും തല്ലിപ്പൊട്ടിച്ച് TV നശിപ്പിച്ചിട്ട് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടാണ് പോയത്. അതായത് ഈ പുക കൊണ്ട് നിറഞ്ഞിട്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഫ്രണ്ട് ലൈറ്റ് ഊരി മാറ്റിയിട്ടുണ്ട്. അടുത്ത വീട്ടുകാർ വന്ന് ഡോർ ഓപ്പൺ ചെയ്തിട്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങി. ഭയന്നോ ഇന്നലെ? തീർച്ചയായും ഇത് ആദ്യത്തെ അനുഭവമാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ കിടന്നുറങ്ങിയപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്തതുമാണ്. ഞങ്ങളെ മക്കൾക്ക് എന്തെങ്കിലും പറ്റിപ്പോകുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. 3 കുഞ്ഞുങ്ങളല്ലേ? കുഞ്ഞുങ്ങളും അമ്മ ഒരു സുഖമില്ലാത്തൊരു ഇതാണ്. അപ്പം അമ്മയ്ക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒന്നാമതായിട്ട് ശ്വാസം മുട്ടലാണ്. അപ്പോൾ പുകയൊക്കെ ശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ ബുദ്ധിമുട്ട് വരും. പോലീസിൽ പരാതിപ്പെട്ടു? പോലീസ് എത്തിയല്ലേ? പരാതിപ്പെട്ടിട്ടുണ്ട്. സാർ അപ്പോഴന്നെ എല്ലാവരും വന്നിട്ടുണ്ട്. 10 മണിയാകുമ്പോൾ ഞങ്ങളടുത്ത് സ്റ്റേഷനിൽ ചെല്ലാനും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ചോദിച്ച പോലെ ആദ്യമായിട്ടാണ് BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിൽ സജീവമാവുന്നത് അനുഭാവികളാണെങ്കിലും. അത് തന്നെ ആയിരിക്കുമോ ഈ ആക്രമണത്തിന് പിന്നിൽ? തീർച്ചയായും അത് തന്നെ. കാരണം ഞങ്ങൾക്ക് വേറെ വ്യക്തിപരമായിട്ട് ശത്രുക്കളാരും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇത് ആദ്യത്തേതാണ് ഞങ്ങളുടെ അനുഭവത്തിൽ. ഇവിടെ ഞങ്ങൾ താമസത്തിന് ഇപ്പം ഞാനൊരു 7 വർഷമായി. ചേട്ടൻ്റെ കുടുംബ വീടാണ്. ചേട്ടൻ ഒരു 40-45 വർഷമായിട്ട് ചേട്ടൻ ഇവിടെ തന്നെയാണ്. അപ്പോൾ ചേട്ടന് വ്യക്തിപരമായിട്ട് വേറെ ആരും ശത്രുക്കളില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കൂടെ ഇറങ്ങുന്നതും ഫുൾ നേരം നമ്മൾ സജീവമായിട്ടിരിക്കുകയും ചെയ്തത്. അപ്പം നമുക്ക് അതിൽ വേറെ ശത്രു ഇല്ല. നമ്മളെ രാഷ്ട്രീയപരമായിട്ട് ശത്രുക്കൾ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു.